ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള എ ഫ്രണ്ട് എന്ന് പറയുന്ന പോയമാണ് നോക്കാൻ പോകുന്നത്. എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്തിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ടല്ലേ? അപ്പം നല്ല ഒരു സുഹൃത്തിനെ പറ്റിയിട്ടുള്ള ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. എഴുതിയത് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. Edgar Albert Gust, 1881 to 1959, was born in England. His first poem was published at the age of 17. He has written more than 11,000 poems. അപ്പം എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഉള്ളൊരു റൈറ്ററാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയം, ഹിസ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയം എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. അദ്ദേഹം 11,000 പോയംസിലധികം എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഓഥറിനെ പറ്റി നോക്കാനായിട്ടുള്ളൂ. ഇനി നമുക്ക് പോയം നോക്കാം. എ ഫ്രണ്ട്, ഒരു കൂട്ടുകാരൻ. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. എന്താണ് ഫസ്റ്റ് സ്റ്റാൻസ? എ ഫ്രണ്ട് ഈസ് ഓൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം പങ്കുവയ്ക്കാനുള്ള ആളാണ്. എന്തൊക്കെ? യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നിങ്ങളുടെ ഓരോ സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെക്കാനുള്ള ഒരാളാണെന്തെന്ന് പറയുന്നത്? ഒരു സുഹൃത്തെന്ന് പറയുന്നത്. ഹി കംസ് ബൈ ചാൻസ്. അവൻ എങ്ങനെയായിരിക്കും നമ്മുടെ അരികിലേക്ക് വരുന്നത്? ചാൻസ് എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കും എന്ത് നമ്മുടെ അടുക്കിലേക്ക് ഒരു ഫ്രണ്ട് വരുന്നത്. ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. പിന്നെ നമ്മുടെ ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യും? കൂടെ നിൽക്കും. ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകത്തില്ലല്ലോ. അപ്പം അബദ്ധത്തിൽ നമ്മുടെ അരികിലേക്ക് വരികയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണെന്തെന്ന് പറയുന്നത്? ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. പിന്നെ പ്രൈസസ് എന്ന് പറഞ്ഞാൽ അനുമോദിക്കുക. നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെപ്പറ്റി അവൻ അനുമോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രൈസ് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട് ശ്രമിക്കുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസ എന്താ? ഒന്നുകൂടെ പറയാം. എ ഫ്രണ്ട് ഈസ് ഹോൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ എല്ലാ ദുഃഖവും സന്തോഷവും പങ്കുവെക്കാനും അതിന് എല്ലാം കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അടുത്ത, ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. അവൻ അറിയാതെ അല്ലെങ്കിൽ അബദ്ധത്തിലായിരിക്കും നമ്മുടെ അരികിലേക്ക് വരുന്നത്, പക്ഷേ എന്ത് ചെയ്യും? എപ്പോഴും കൂടെ കാണും. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. നമ്മളെപ്പറ്റി അനുമോദിക്കാൻ അല്ലെങ്കിൽ നല്ലത് പറയാനായിരിക്കും അവർക്ക് സമയം ഉണ്ടാവുക. ഇനി സെക്കൻഡ് സ്റ്റാൻസ. No grievous fault or passing whim can make an enemy of him, and though your need be great or small, his strength is yours throughout it all. എന്താണ്? നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് whim. നിങ്ങളുടെ ഗ്രീവിയസ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ തെറ്റ്. നിങ്ങൾ എന്ത് ചെയ്താലോ, വലിയ തെറ്റുകൾ ചെയ്താലോ, ഓർ പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലായ്മ. നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും ഒക്കെ കാണും അല്ലേ? അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ കാണിക്കുകയോ ചെയ്താൽ, ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. എന്താവില്ല? നിങ്ങളുടെ ശത്രു ആവില്ല. ആര്? നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആൻഡ് തോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മാൾ. എന്താണ്? നിങ്ങളുടെ ആവശ്യം വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ആൾ. ആ ആഗ്രഹം നിറവേറ്റുന്നത് വരെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മുഴുവൻ സപ്പോർട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസ ഒന്നുകൂടെ പറയാം. നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. എന്താണ്? നിങ്ങളൊരു തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്ടമില്ലായ്മയോ ഇഷ്ടങ്ങളെയോ കാരണം നിങ്ങളുടെ ഫ്രണ്ട് എന്താവില്ല? നിങ്ങളുടെ എനിമിയായി മാറില്ല. ആൻഡ് തോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മാൾ. നിങ്ങളുടെ ചെറുതോ വലുതോ ആയ എന്താവശ്യത്തിനും നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യും? ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ആൾ. ആ ആഗ്രഹം നടക്കുന്നത് വരെ, ആ ആവശ്യം നടക്കുന്നത് വരെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ കാണും.
ഇനി തേർഡ് സ്റ്റാൻസ. നോ മാറ്റർ വെയർ യുവർ പാത്ത് മേ ടേൺ യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി ഹി പ്രേസ് യുവർ ട്രിം സൂൺ ടു സീ. എന്താണ്? നോ മാറ്റർ വെർ യുവർ പാത്ത് മേ ടേൺ. എന്താണ്? പല രീതിയിൽ നിങ്ങൾ പല വഴിക്ക് തിരിഞ്ഞു പോകും അല്ലേ? യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. പക്ഷേ അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിജയം ആയിരിക്കും. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി. നിങ്ങളുടെ സ്വപ്നം എന്തോ ആയിക്കോട്ടെ. ഹി പ്രേസ് യുവർ ട്രിംഫ് സൂൺ ടു സീ. ട്രിംഫ് എന്ന് പറഞ്ഞാൽ വിജയം. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പം തേർഡ് സ്റ്റാൻസ് എന്തുവാണ്? നോ മാറ്റർ വെയർ യുവർ പാത്ത് മേ ടേൺ. നിങ്ങൾ ഏത് വഴിയിലേക്ക് തിരിഞ്ഞു പോയാലും എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതാവുമ്പോൾ എന്ത് ചെയ്യും? പല രീതിയിലേക്ക്. ഇപ്പം ഒരാൾ എഞ്ചിനീയർ പഠിക്കാൻ പോകും, ഒരാൾ ഡോക്ടർ പഠിക്കാൻ പോകും, വേറൊരാൾ ടീച്ചറാകുമ്പോൾ അങ്ങനെ പല മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞു പോയാലും നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട് എന്ത് ആയിരിക്കും? അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും? നമ്മൾ വിജയം കാണണം എന്നുള്ളതായിരിക്കും. അതുപോലെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എപ്പോഴും അവൻ്റെ പ്രാർത്ഥന നമ്മളോടൊപ്പം കാണും. അതാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റാൻസ. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ. എന്താണ്? ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗോഡഡ് ടു ദ എൻഡ്. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ. അവൻ എന്ത് ചെയ്യില്ല? നമ്മളോട് പറയണമെന്ന് ഇല്ല, പറഞ്ഞാലും ഇല്ലെങ്കിലും. ബട്ട് വാട്ട് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. അവൻ്റെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ സന്തോഷം തന്നെ ആയിരിക്കും. നിങ്ങൾ നന്നായിരിക്കണം എന്നായിരിക്കും അവൻ്റെ ആഗ്രഹം. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഈസ് ഡബിൾ ഗോഡഡ് ടു ദ എൻഡ്. നിങ്ങളുടെ ജീവിതം എന്താവും? ഇരട്ടി സുരക്ഷിതത്വമുള്ളതായി മാറും. ഡബിൾ ഗോഡഡ് എന്ന് പറഞ്ഞാൽ ഇരട്ടി സുരക്ഷിതത്വം. എന്താണ്? നമ്മൾ നമ്മളെ സംരക്ഷിക്കും, അതുപോലെ നമ്മുടെ ഫ്രണ്ടും എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റാൻസ. ഒന്നുകൂടെ ഫോർത്ത് സ്റ്റാൻസ പറയാം. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ. എന്താണ്? നിങ്ങളുടെ ആഗ്രഹം നാക്കുകൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും. ബട്ട് വാട്ട് ഈസ് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നിങ്ങളുടെ സന്തോഷമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയും സന്തോഷം അല്ലെങ്കിൽ ആഗ്രഹം. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈസ് ഡബിൾ ഗോഡഡ് ടു ദ എൻഡ്. നിങ്ങളുടെ ജീവിതത്തിനത് നിങ്ങളുടെ ജീവിത അവസാനം വരെ അതെന്തായിരിക്കും? ഒരു ഇരട്ടി സുരക്ഷയായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം ഇതാണ് 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.